എന്തായാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ജോലിക്കാരനാണ്, ആണോ അല്ലയോ? എന്തിനാണ് നിങ്ങളതിനെ ശത്രുവാക്കുന്നത്? വിരോധം, ദേഷ്യം, വെറുപ്പ്, ഇതെല്ലാം നിങ്ങൾ കുടിക്കുന്ന വിഷങ്ങളാണ്. പക്ഷേ മറ്റൊരാൾ മരിക്കണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ല ജീവൻ പ്രവർത്തിക്കുന്നത്. നല്ലത് ചെയ്യണം. ലോകത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഇതിനെ ശരിയാക്കും. ഒരിക്കൽ ശങ്കരൻ പിള്ളയ്ക്ക് എന്താ, ഒരാളുടെ അസുഖത്തിൽ സന്തോഷിക്കുന്നത് ശരിയായ കാര്യമല്ല. ശങ്കരൻ പിള്ളയ്ക്ക് വിട്ടുമാറാത്ത ക്ഷയരോഗം പിടിച്ചു. ക്ഷയരോഗം. അയാൾ ഒരു ഡോക്ടറെ കാണാൻ പോയി. കുറേ കാലം സ്വയം പരിചരിക്കുകയായിരുന്നു. രോഗം മൂർച്ഛിച്ചപ്പോൾ ഡോക്ടറെ കാണാനായി ശങ്കരൻപിള്ള പോയി. ഡോക്ടർ എക്സ്റേ എടുത്തു നോക്കിയപ്പോൾ ശ്വാസകോശത്തിൽ വലിയ ദ്വാരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഉടനെ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വരും. മാത്രവുമല്ല, ചെറിയൊരു ശസ്ത്രക്രിയയും ആവശ്യമായി വരും. എന്നിട്ട് ആശുപത്രിയിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും കിടക്കേണ്ടിയും വരും. ഏകദേശം ഒരു $50,000 ചിലവുമുണ്ട്. ശങ്കരൻപിള്ള പറഞ്ഞു, ഇല്ല, അത് നടക്കാൻ പോകുന്നില്ല. $50,000 എന്തായാലും എൻ്റെ കയ്യിലില്ല. 6 മാസം ഒരിക്കലും സാധ്യമല്ല. ഞാൻ നിങ്ങൾക്ക് $100 തരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഡോക്ടർ അയാളെ നോക്കി, എന്നിട്ട് എക്സ്റേ നോക്കി, എന്നിട്ട് വീണ്ടും അയാളെ നോക്കി, വീണ്ടും എക്സ്റേ നോക്കിയിട്ട് പറഞ്ഞു, $100 ഞാൻ ഈ എക്സ്റേ ശരിയാക്കി തരാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ശാരീരിക അസ്വാസ്ഥ്യമോ അസുഖമോ വരുത്തുവാൻ സാധിക്കും. നിങ്ങളുടെ ചിന്തകളെല്ലാം അങ്ങനെ ആയതിനാൽ തീർച്ചയായും സാധ്യവുമാണ്. കാരണം നിങ്ങളൊരു മാനസിക ജീവിയാണ്. നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലും നടക്കുന്നുണ്ട്. ഒരിക്കലും ഈ ശാരീരിക അസ്വാസ്ഥ്യം സംഭവിച്ചു കഴിഞ്ഞാൽ ശാരീരികമായി അതിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിക്കുന്നത് വെറും ആഗ്രഹം മാത്രമായിരിക്കും. അതൊരിക്കലും സാധ്യമല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. വെറുതെ സാഹസത്തിന് മുദ്രയുണ്ട. അതേ ചിന്തകൾ ഉപയോഗിച്ച് അല്പമൊക്കെ നിങ്ങൾക്ക് സ്വയം സഹായിക്കാൻ സാധിക്കും. എന്നാൽ അല്ല, ഞാൻ വെറുതെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് അത് അകറ്റും. നിങ്ങൾ നിങ്ങളെ തന്നെ അകറ്റിക്കളയും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അസുഖമോ സുഖമോ രോഗമോ ആരോഗ്യമോ നിങ്ങളുടെ മനസ്സിനെ അലങ്കോലപ്പെടുത്താൻ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. ഇതിനെ പീഡിപ്പിക്കുവാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. നിങ്ങൾക്ക് രോഗമുണ്ടായേക്കാം, ആരോഗ്യമുണ്ടായേക്കാം, അതെല്ലാം വേറെ കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. കാരണം ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് നിസ്സഹായാവസ്ഥയിലാണ്. നോക്കൂ, ഇപ്പോൾ ഞാൻ ചൂടുള്ള ഒരു ഇസ്തിരിപ്പെട്ടിയുമായി നിങ്ങളുടെ പിന്നാലെ ഓടിയാൽ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കും. സഹായത്തിനായി ആരെങ്കിലും വിളിക്കും. നിങ്ങൾക്കതെല്ലാം ചെയ്യാം. പക്ഷെ നിങ്ങൾ ചൂടുള്ള ഇസ്തിരിപ്പെട്ടി എടുത്ത് ഇതിന്മേൽ തന്നെ വെച്ചാൽ ഈ ഒരാൾ എവിടേക്കാണ് ഓടുക? ഒരു ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും അതിന് കുറച്ചെങ്കിലും പ്രതിരോധമുണ്ടാകും, ശരിയല്ലേ? ഒരു 5-6 വയസ്സുള്ള കുഞ്ഞായ പോലും കുറച്ചെങ്കിലും പ്രതിരോധമുണ്ടാകും, ശരിയല്ലേ? പക്ഷെ ഇതിന് പ്രതിരോധമൊന്നുമില്ല. ഇതിനുമേൽ നിങ്ങൾ എന്തൊക്കെ വിഡ്ഢിത്തങ്ങൾ ചെയ്തു കൂട്ടിയാലും അതിന് നേരിട്ടേ മതിയാവൂ. ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇത് ഗർഭാവസ്ഥയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ പോലെയാണ്. ഇപ്പോൾ നിങ്ങൾ അതിനെ കുത്തുന്നു. ഇത് അതുപോലെയാണ്. അതെ, ഏറ്റവും ക്രൂരമായ പീഡനമുറ. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ക്രൂരതയാണ് സ്വയം പീഡിപ്പിക്കുക എന്നത്. കാരണം ഇത് പൂർണ്ണമായും നിസ്സഹായനാണ്.
മറ്റാരായാലും അവരെത്ര ദുർബലരായാലും അവർക്ക് കുറച്ചെങ്കിലും പ്രതിരോധമുണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? ദുർബലനായ ഒരാൾക്കാണെങ്കിൽ പോലും നിങ്ങളെ ഗാഠനിദ്രയിൽ കുത്തിക്കൊല്ലാം. ആണോ അല്ലയോ? അത് സംഭവിച്ചതാണല്ലേ? ദുർബലനായ ഒരാളെ നിങ്ങൾ നിരന്തരം പിച്ചിക്കൊണ്ടിരുന്നു. ഒരു ദിവസം നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളെ നന്നായി ഒന്ന് പിച്ചുന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. വളരെ ദുർബലനായാലും ഒരു കുഞ്ഞിന് പോലും നിങ്ങളെ എന്തെങ്കിലും ചെയ്യാനാവും. പക്ഷെ ഈ ഒരാൾ പൂർണ്ണമായും നിസ്സഹായനാണ്. അതുകൊണ്ട് ഇതിനെ പീഡിപ്പിക്കുവാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. ആദ്യമേ തന്നെ നിങ്ങൾക്കൊരു രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന രീതിയിൽ, കഴിയാവുന്ന രീതിയിൽ അതിനെ നല്ലതായി നിലനിർത്തുകയാണ് വേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ ഈ വിഡ്ഢിത്തങ്ങൾ അവസാനിപ്പിക്കണം. പക്ഷേ ശരീരത്തിന് വേണ്ടത് മരുന്നാണെങ്കിൽ, അല്ലെങ്കിൽ ശസ്ത്രക്രിയയാണെങ്കിൽ, അതുമല്ലെങ്കിൽ ഇത് എന്താണോ ആവശ്യമുള്ളത് നൽകിയിരിക്കണം. ചിന്തിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ കാരണം ചിന്തയിലൂടെ നിങ്ങൾ കൊണ്ടുവന്നതാണ്. എന്നാൽ അതിനെ ചിന്തയിലൂടെ കളയാൻ സാധിക്കുമെന്ന് കരുതരുത്. സാധ്യമാണ്, അല്ലെന്ന് ഞാൻ തീർത്തും പറയുന്നില്ല. ഞാനൊരിക്കലും പറയുന്നില്ല അത് 100% അസാധ്യമെന്ന്. അത് സാധ്യമാണ്. എങ്കിലും നിങ്ങൾ അതിനൊന്നും ശ്രമിക്കരുത്. കാരണം നിങ്ങൾ ചിന്തിച്ചു വഴിതെറ്റിപ്പോകും. ഒരു പ്രത്യേക തലം കടന്നാൽ നിങ്ങളെ ആർക്കും രക്ഷിക്കാനാവില്ല. ശരിയല്ലേ? അല്ലേ? ഒരു പരിധി കഴിഞ്ഞ് ഡോക്ടർമാർ പോലും തഴയാറുണ്ടല്ലോ. ശരിയല്ലേ? ഒരു കാരണവശാലും നിങ്ങളെ തഴയാത്തത് നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി മാത്രമാണ്. മറ്റെല്ലാവരും ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങളെ തഴഞ്ഞു കളയും. നിങ്ങളെ തഴഞ്ഞു കളയാത്ത ഒരു കൂട്ടർ ഇൻഷുറൻസുകാർ മാത്രമാണ്. കാരണം നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ മനസ്സിനെ ജീവിതത്തിന് അനുകൂലമാക്കുക എന്നത്. നിങ്ങളുടെ മനസ്സ് ഈ ജീവനോട് സൗഹൃദത്തിലായിരിക്കണം. ശരിയല്ലേ? ഈ ജീവന് വേണ്ടി പ്രവർത്തിക്കണം. എന്തായാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ജോലിക്കാരനാണ്. ആണോ അല്ലയോ? എന്തിനാണ് നിങ്ങളതിനെ ശത്രുവാക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ അവർ നിങ്ങളുടെ ശത്രുവായി മാറും. അക്കാര്യത്തിൽ തെറ്റിദ്ധാരണകളൊന്നും വെക്കേണ്ടതില്ല. അതിൽ സംശയിക്കേണ്ടതൊന്നുമില്ല. അത് സംഭവിക്കാറുണ്ട്. ശരിയല്ലേ? നിങ്ങളുടെ കുട്ടികളെ നന്നായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവർ നിങ്ങളുടെ ശത്രുവായി തീരും. എന്തെങ്കിലും സംശയമുണ്ടോ? അല്ല, എൻ്റെ മകനല്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു സംശയം വേണ്ട, അവൻ അങ്ങനെ ചെയ്തിരിക്കും. അവനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവൻ നിങ്ങളുടെ ശത്രുവായി മാറും. ആണോ അല്ലയോ? ആണോ അല്ലയോ? ജീവിതം അങ്ങനെയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ശക്തവും മനോഹരവും അതിശയകരവുമായ ഇത് നിങ്ങളുടെ ശത്രുവായി മാറിയിരിക്കുന്നത്? ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു രോഗിയാണെങ്കിലും ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഏതു രീതിയിലാണെങ്കിലും നിങ്ങളത് നോക്കേണ്ട സമയമായി. ശരിയല്ലേ? നിങ്ങൾ ഒരു സമയവും വെറുതെ കളയരുത്. കാരണം ചിന്തിച്ചുകൊണ്ട് രോഗിയാവുന്നതും ചിന്തിച്ചുകൊണ്ട് രോഗവിമുക്തമാവുന്നതും ഒരു തമാശയല്ല. ജീവന്റെ വിലയുണ്ടതിന്. ഒരിക്കലൊരു അസുഖമുണ്ടായാൽ നിങ്ങൾക്കതിൽ മാത്രം മുഴുകേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നു കൊണ്ട് ആത്മീയമായ കാര്യങ്ങളൊന്നും കേൾക്കാനാവില്ല. അതെല്ലാം എടുത്തു കളയും. നിങ്ങൾ ആശുപത്രി ക്യൂവിൽ നിൽക്കുകയായിരിക്കും. ശരിയാണോ അല്ലയോ? അതത്ര തമാശയല്ല. ആണോ? അത് തമാശയല്ല. നിങ്ങൾ അനുഭവിക്കുന്നത് വരെ അതത്ര മോശമാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളെല്ലാവരും നിങ്ങളെത്ര ആരോഗ്യവാന്മാരായാലും സാരമില്ല, മാസത്തിലൊരിക്കൽ നഗരത്തിലെ നല്ലൊരു ആശുപത്രി നിങ്ങൾ സന്ദർശിക്കണം. തീർച്ചയായും. ശരിക്കും നിങ്ങൾ പോയെന്ന് കാണണം. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ആനന്ദം കാണാനല്ല, പക്ഷെ നിങ്ങൾ കാണണം ആളുകൾക്ക് എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന്. ചെറിയ ചെറിയ തെറ്റുകൾ, അത്രയുള്ളൂ. അവരത്ര വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എന്നും അവരുടെ വയറ്റിൽ അവർ കുറച്ച് ആസിഡ് ഉണ്ടാക്കുമായിരുന്നു. അതവരെ എവിടെ എത്തിച്ചിരിക്കുന്നു? നിങ്ങളെല്ലാം നന്നായി ചെയ്താൽ പോലും പെട്ടെന്ന് ഒരു അണു വന്ന് നിങ്ങളുടെ ഉള്ളിൽ കയറും. അത് പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കും. ആർക്കറിയാം, അല്ലേ? ശരിയല്ലേ?
നിങ്ങളെല്ലാം തന്നെ ഭംഗിയായി ചെയ്തു. എങ്കിലും നിങ്ങളൊരു വിമാനത്തിൽ കയറി അതിലുള്ളവരെല്ലാം മനുഷ്യരാണെന്നാണ് നിങ്ങൾ കരുതിയത്. പക്ഷേ പന്നിപ്പനി നിങ്ങളെ പിടിച്ചു. അവിടെ ഒരു പന്നി ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങളത് അറിഞ്ഞില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്താലും ലക്ഷക്കണക്കിന് പ്രശ്നങ്ങൾ അപ്പോഴുമുണ്ട്, ശരിയല്ലേ? ആണോ? ജീവിതത്തിന്റെ പ്രകൃതം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പാലാണ് കുടിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് വിഷബാധയേൽക്കാം. പക്ഷെ നിങ്ങൾ വിഷം കുടിച്ചിട്ട് സുഖമായി ജീവിക്കാമെന്നാണ് പറയുന്നതെങ്കിൽ വിജയാശംസകൾ. എനിക്കതേ പറയാനുള്ളൂ. അങ്ങനെയല്ലേ? നല്ല ഭക്ഷണം കഴിച്ചാൽ പോലും നിങ്ങളുടെ വയറ്റിൽ അത് വിഷമായി മാറുവാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായത് കഴിച്ചാൽ അത് വിഷമായേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിഷം കൂടി കഴിച്ചിട്ട് സുഖമായി ജീവിക്കാം എന്നാണോ കരുതുന്നത്? ഭാഗ്യമുണ്ടാവട്ടെ എന്നേ ആശംസിക്കാനാവൂ. അങ്ങനെ ഒരാൾക്ക് വേറെ വഴിയൊന്നുമില്ല, ശരിയല്ലേ? നിങ്ങൾ നന്നായി ജീവിക്കാനായി വിഷമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യമുണ്ടാവണം. നിങ്ങൾക്ക് വേണ്ടി മുഴുവൻ ഗ്രഹങ്ങളെയും നേർവരയിൽ ഞങ്ങൾക്ക് നിർത്തിത്തരേണ്ടി വരും. നിങ്ങൾക്ക് വേണ്ടി എല്ലാ നക്ഷത്രങ്ങളും നേർവരയിൽ, അല്ലെങ്കിൽ ജീവിതം നിങ്ങൾക്ക് ഉപകരിക്കില്ല, നിങ്ങളെ അത് പിടിച്ചടക്കും. അതുകൊണ്ട് ദയവായി മനസ്സിനെ നേർവരയിൽ വയ്ക്കുക. അത് നിങ്ങൾക്കായി പ്രവർത്തിക്കണം. മനോഹരമായ കാര്യങ്ങൾ ചെയ്യണം, മോശമായ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് മനസ്സ് മോശമായ കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് അയാളെ ഇഷ്ടമല്ല, എനിക്കവളെ ഇഷ്ടമല്ല. നിങ്ങളിങ്ങനെ വെറുപ്പുകൾ സൃഷ്ടിച്ചാൽ, വിരോധം, ദേഷ്യം, വെറുപ്പ്, ഇതെല്ലാം നിങ്ങൾ കുടിക്കുന്ന വിഷങ്ങളാണ്. പക്ഷെ മറ്റൊരാൾ മരിക്കണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ല ജീവൻ പ്രവർത്തിക്കുന്നത്. നിങ്ങളാണ് വിഷം കുടിക്കുന്നതെങ്കിൽ നിങ്ങളാണ് മരിക്കുന്നത്, വേറെ ആരെങ്കിലുമല്ല. എനിക്കവളെ ഇഷ്ടമല്ല, അവൾ ചത്താ മതി, എനിക്കവളെ കൊല്ലണം. പക്ഷെ മരിക്കുന്നത് നിങ്ങളായിരിക്കും, അവളല്ല. ശരിയല്ലേ? വിഷം കുടിച്ചിട്ട് വേറെ ആരെങ്കിലും മരിക്കണമെന്ന് പ്രതീക്ഷിച്ചാൽ അത് എന്തായാലും സംഭവിക്കുകയില്ല. അതുകൊണ്ട് അതിനു വേണ്ട പരിഹാരമുണ്ടാവണം. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ സർവപ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മുഴുകിയിരിക്കുന്ന എല്ലാറ്റിൽ നിന്നും അവധിയെടുക്കുക. അതെന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ. മനസ്സിലായോ? നിങ്ങളുടെ ജോലി, കുടുംബം, നിങ്ങളുടെ അസംബന്ധങ്ങൾ എല്ലാം മാറ്റിവെച്ച് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ പോകാം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാം, നിങ്ങൾക്ക് പ്രയോജനമുള്ള എവിടെയെങ്കിലും. എന്നിട്ട് ഇതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യൂ. ലോകത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഇതിനെ ശരിയാക്കൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഇതിനുവേണ്ടി എന്താണ് ചെയ്യാനാകുന്നതെന്ന് കണ്ടെത്തൂ. കാരണം ലോകത്തിൽ ജീവിച്ചു തുടങ്ങിയാൽ ഒന്നുകിൽ നിങ്ങൾക്കായി എന്തെങ്കിലും നല്ലത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള 10 പേർക്ക് ഉപകരിക്കുന്നത് ചെയ്യണം. ഒന്നുകിൽ നിങ്ങളെ സന്തോഷത്തിലും സജീവമായും വെക്കണം. വേറെ ആരെപ്പറ്റി നിങ്ങൾ വകവയ്ക്കുന്നില്ല, അത് പ്രശ്നമല്ല. കുറഞ്ഞപക്ഷം നിങ്ങളെങ്കിലും സന്തോഷത്തിലാണ്, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യൂ, എന്നാലും പ്രശ്നമില്ല. അവനവന് വേണ്ടിയോ അവനവന് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയോ എന്തെങ്കിലും നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് മനുഷ്യനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യതയില്ല, ശരിയല്ലേ? അത്രയെങ്കിലും യുക്തിയും ജാഗ്രതയും പ്രകൃതി നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്, ശരിയല്ലേ? അതെ, ഒരുപക്ഷേ നിങ്ങൾക്ക് ലോകത്തിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, അതൊന്നും കുഴപ്പമില്ല. ഏറ്റവും കുറഞ്ഞത് ഈ ഭൂമിയിലൂടെ ശാന്തമായി നടക്കുകയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, ശരിയല്ലേ? ഒരുപക്ഷെ നിങ്ങൾക്ക് ലോകം മുഴുവനും പോയി സഹായിക്കാനാവില്ല, അതിലും കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞത് നടക്കൂ സന്തോഷത്തോടെ. നിങ്ങൾ സന്തോഷത്തോടെ ഈ ഭൂമിയിലൂടെ നടന്നാൽ പെട്ടെന്ന് എല്ലാം നിങ്ങൾക്ക് മനോഹരമായി തോന്നാം. ഒരിക്കൽ ലോകമെല്ലാം മനോഹരമായി കണ്ടാൽ സ്വാഭാവികമായും നിങ്ങൾ നോക്കുന്നത്, എല്ലാറ്റിനെയും കാണുന്നത് സ്നേഹത്തോടെ ആയിരിക്കും. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്, ശരിയല്ലേ? നിങ്ങളിതിലെ സന്തോഷത്തോടെയാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കുന്നതെല്ലാം മനോഹരമായി തീരും. നിങ്ങൾക്കെല്ലാം മനോഹരമായി കാണുന്നതോടെ നിങ്ങളുടെ കാഴ്ച പതിക്കുന്നതിനെല്ലാം പ്രണയമുണ്ടാവും. നിങ്ങളൊരു അനുഗ്രഹീതനായി മാറും. അത്രേ ആവശ്യമുള്ളൂ. നിങ്ങൾ അങ്ങനെയല്ലെങ്കിൽ അവധിയെടുത്തിട്ട് നിങ്ങളെ തന്നെ നോക്കാനുള്ള സമയമായില്ലേ? ഇല്ലില്ല, ഞാൻ പ്രധാനപ്പെട്ട ചിലത് ചെയ്യുകയാണ്. പ്രധാനപ്പെട്ടതായ യാതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെല്ലാം നിങ്ങൾ ആരാണോ അത് പ്രകടമാവും, ശരിയല്ലേ? നിങ്ങളുടെ അസംബന്ധങ്ങളായ നല്ല ഉദ്ദേശങ്ങളല്ല പ്രകടമാവുന്നത്. നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം നിങ്ങൾ ആരാണെന്നതാണ് പ്രകടമാവുക. വിഷം നിങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് ലോകത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ ലോകത്തിൽ വിഷം കുത്തിവെക്കും. ലോകത്തിൽ ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ലോകത്ത് ഇന്ന് സംഭവിക്കുന്ന മോശം കാര്യങ്ങളെല്ലാം മോശം ഉദ്ദേശങ്ങളെക്കാൾ നല്ല ഉദ്ദേശങ്ങൾ കാരണമാണ്. അങ്ങനെയല്ലേ? 1934 ഹിറ്റ്ലർ ഒരു പ്രസംഗം നടത്തി. അഡോൾഫ് ഹിറ്റ്ലർ, ഹാംബർഗിൽ വെച്ച്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ പൂർവികരുടെ ദൗത്യമാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ആളുകളെ വിഷപാതകത്തിൽ മുക്കിക്കൊല്ലുന്നതെന്ന ചോദ്യത്തിന് നൽകിയ മറുപടി ഇതാണ്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ വിശ്വസിക്കുന്നു അയാൾ കള്ളം പറഞ്ഞതല്ലെന്ന്. അയാൾ വിശ്വസിക്കുന്നു. അതൊരു അപകടകരമായ കാര്യമാണ്. അയാൾ കള്ളം പറയുന്നവനല്ല, അയാൾ ചെയ്യുന്നതിൽ ദൃഢമായി വിശ്വസിക്കുന്നു. അതാണ് അയാളെ ശാക്തീകരിക്കുന്നത്. വളരെ കുറഞ്ഞ കാലയളവിൽ രാജ്യമൊട്ടാകെ സംഘടിതമാക്കിയതും അയാൾ വിശ്വസിക്കുന്നതിനെ എല്ലാവരെയും വിശ്വസിപ്പിച്ചതും അതൊന്നും ചെറിയ കാര്യങ്ങളല്ല, അസാധാരണമായ കാര്യമാണ്. ശരിയല്ലേ? കാരണം ആ മനുഷ്യൻ 100% വിശ്വസിക്കുന്നു ലോകത്തിന് അയാൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ചത് തന്നെയാണ് ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങളുടെ നല്ല ഉദ്ദേശങ്ങൾ ലോകത്തെ രക്ഷപ്പെടുത്തുവാൻ പോകുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് മാറണമെങ്കിൽ നിങ്ങൾ ശ്വസിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ഇരിക്കുന്നതുമെല്ലാം സന്തോഷത്തോടെ ആയിരിക്കണം. ഈയൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്താലും വിഷമയമാവുകയുള്ളൂ. എന്താണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം അനുഭവിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം രസകരമായി തോന്നുകയുള്ളൂ. നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം രസകരമായി തോന്നിയാൽ മാത്രമേ ചുറ്റുമുള്ള ജീവനെല്ലാം വില കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നടന്നു നീങ്ങുവാനാകൂ. അല്ലാത്തപ്പോൾ നിങ്ങൾ എത്ര സദാചാരബോധവുമായി നടന്നാലും എത്ര വേദങ്ങൾ ഓർത്തിരുന്നാലും പ്രസക്തമല്ല. ഏറ്റവും ക്രൂരമായവ ചെയ്യാനുള്ള കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ സർവപ്രധാനമായ കാര്യം, മനുഷ്യൻ ഏറ്റവും ആദ്യമായി ഏറ്റെടുക്കേണ്ട അടിസ്ഥാനപരമായ ചുമതല അയാൾ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു എന്നതാണ്. നിങ്ങളിവിടെ ഉല്ലാസത്തോടെയാണോ ഇരിക്കുന്നത്? ഇവിടെ ഇരുന്നുകൊണ്ട് തലയിൽ എന്തെങ്കിലും ദുരിതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതായ കാര്യം ഇതുതന്നെയാണ്. ഇതു കഴിഞ്ഞാൽ മാത്രമേ വേറെ എന്തും ചെയ്യാവൂ. അല്ലെങ്കിൽ വേറൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ നോക്കൂ, എപ്പോഴെല്ലാമാണോ നിങ്ങൾക്ക് വിഷാദം തോന്നുന്നത് അപ്പോഴെല്ലാം ഈ ചിന്ത വരും, ജീവൻ ഒടുക്കണമെന്ന ചിന്ത. നിങ്ങളതിന് നടപടിയൊന്നും എടുത്തില്ലെങ്കിലും അങ്ങനെയൊക്കെ വിചാരിക്കും. ശരിയല്ലേ? ശരിയാണോ? ഇങ്ങനെ ചെയ്യൂ. 24 മണിക്കൂർ വിഷാദത്തിലിരിക്കുക. നിങ്ങൾ എപ്പോഴും ടിവിയിലൂടെയോ പുസ്തകത്തിലൂടെയോ സുഹൃത്തിലൂടെയോ എങ്ങനെയെങ്കിലും ആനന്ദം കണ്ടെത്തൂ. അതൊന്നും ചെയ്യരുത്. 24 മണിക്കൂർ വിഷാദത്തിൽ തന്നെ തുടരുക. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ജീവൻ എടുക്കണമെന്ന ചിന്തകൾ വന്നു തുടങ്ങും. അത് തീർച്ചയാണ്. കാരണം കുറച്ച് നിമിഷങ്ങൾക്കപ്പുറം ആർക്കും വിഷാദം സഹിക്കാനാവില്ല. കുറച്ചു മിനിറ്റുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴിമാറണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. ശരിയല്ലേ? വിഷാദം ഒന്നും നൽകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ജീവിതം കൊണ്ടുപോകേണ്ട രീതി അതല്ല. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ഞാൻ പറയുന്നത് എന്തുമാവട്ടെ എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ശരി തന്നെ. ഒരുപക്ഷെ നിങ്ങൾ സത്സംഗിൽ വന്നപ്പോൾ കാറിലെല്ലാം കയറ്റിക്കൊണ്ട് വന്നതുകൊണ്ട് തിരികെ പോകാൻ വീട് പോലും ഇല്ലായിരിക്കും. അങ്ങനെ സംഭവിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ മിഷിഗണിൽ നിന്നുമാണ് വന്നതെങ്കിൽ. നിങ്ങളല്ല. ഒരുപക്ഷെ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ജീവിതത്തിൽ അങ്ങനെ പലതുമുണ്ടാവും. എന്തു തന്നെ ആയാലും നിങ്ങൾ ജനിച്ചതിനേക്കാൾ ഇപ്പോൾ മെച്ചപ്പെട്ടിരിക്കുന്നു. ശരിയല്ലേ? നിങ്ങൾ വെറും കൈയോടെ വന്നു. ഇപ്പോൾ നിങ്ങളുടെ പക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ ലാഭത്തിലാണ്. ജീവിതത്തിന്റെ ഭംഗിയെ നോക്കൂ. ഒരു വകയുമില്ലാതെയാണ് നിങ്ങൾ വന്നത്. എന്തൊക്കെ നടന്നാലും നിങ്ങൾ ലാഭത്തിലാണ്, നഷ്ടത്തിലല്ല. അപ്പോൾ നിങ്ങൾക്ക് പരാതിപ്പെടാനാവില്ല. അതങ്ങനെയല്ലേ? അതുകൊണ്ട് ചിന്തിച്ച് രോഗം മാറ്റുവാൻ ശ്രമിക്കരുത്. ചിന്തിച്ചുകൊണ്ട് ദുരിതമകറ്റൂ. ദുരിതത്തെ ചിന്തിച്ചു മാറ്റിയാൽ നിങ്ങൾക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കപ്പോൾ നോക്കാം.